അങ്ങനെയാണ് ഞാൻ മോർ ദാൻ 80 കൺട്രിയോളം എനിക്ക് കവർ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ബിസിനസ് ഇമ്പോർട്ട് ബിസിനസ് ആയതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇറ്റലി, സ്പെയിൻ അങ്ങനെ കുറേ കൺട്രിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓരോ പർച്ചേസിന് പോകുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ 1-2 സ്ഥലം ഞാൻ അങ്ങനെ എൻ്റെ വർക്ക് കഴിഞ്ഞാൽ പോകും. മിക്ക സമയത്തും പോകണ എല്ലാവരും എന്നോട് ചോദിക്കും, എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കും ഇങ്ങനെ ഒന്ന് വീഡിയോ എടുത്തൂടെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാനും വിചാരിക്കും വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അവിടെ എത്തുമ്പം സത്യം പറയാനൊക്കെ മറന്നു പോകും. അവിടുത്തെ ആംബിയൻസ്, അവിടുത്തെ നാച്ചുറൽ ഫീലിംഗ് കാണുമ്പോൾ അതിനൊക്കെ മറന്നു പോകും. 2 ടൈപ്പ് ആളുകളുണ്ട് സത്യം പറയുകയാണെങ്കിൽ. നല്ല ശതമാനം ആളുകളും ഇപ്പോഴും പോവുകയാണെങ്കിൽ സ്ഥലം കാണുന്നതൊക്കെ ഫോണിൻ്റെ ഉള്ളിൽ കൂടെയാണ്. നേരിട്ട് കാണുന്നവർ വളരെ കുറവ്. എനിക്ക് അങ്ങനെ കുറേ അബദ്ധം പറ്റിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതേമാതിരി ന്യൂ ഇയറിന് കുറച്ച് തൊട്ടടുത്ത് ഞാൻ താമസിച്ചു. അപ്പോൾ ഞാൻ ആ സമയത്ത് ഫുള്ള് വീഡിയോ കൂടെയൊക്കെ എടുത്ത് സത്യം പറയാം അന്ന് എനിക്ക് ന്യൂ ഇയർ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ആ ഫയർ വർക്ക്സ് ഒക്കെ ഒരു 5 മിനിറ്റ് കൊണ്ട് പരിപാടി 10 മിനിറ്റ് കൊണ്ട് കഴിയും. പക്ഷേ സെയിം സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞാൻ എടുക്കാണ്ട് എൻ്റെ മക്കളാണ് അത് അന്ന് വീഡിയോ എടുത്തത്. സത്യം പറയാം അന്നാണ് ശരിക്കും ആ ഫയർ വർക്ക്സും അതിൻ്റെ എന്താണ് എങ്ങനെയാണെന്നുള്ള എൻജോയ് ചെയ്തത്. സത്യം പറയാം നല്ല ശതമാനം ആളുകളും ഇന്ന് ഫോണിൽ കൂടെ ആണ് എല്ലാം കാണുന്നത്. എന്നിട്ടോ ആരെങ്കിലുമൊക്കെ ഒരു ബാക്കിൽ നോക്കുന്നുണ്ടോ? ഇങ്ങനെ എടുക്കുക തന്നെ, ഫോൺ എടുത്ത് നോക്കും. നമ്മളൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും പഴയത് എടുത്ത് നോക്കുന്ന സ്വഭാവം ആർക്കും ഇല്ല. പക്ഷേ ഇന്ന് നോക്കുകയാണ് എല്ലാവരും ഫോണിൽ കൂടെയാണ് കാണുന്നത്. എല്ലാവരും നമ്മളൊക്കെ പോകുന്നത് എന്തെങ്കിലും ടെൻഷൻ ഇറക്കി വെക്കാനാണ് പോകുന്നത്. ആ ടെൻഷൻ ഇറക്കി വെക്കണം എന്നുണ്ടെങ്കിൽ ഫോണ് മാറ്റി വെച്ചിട്ടാൽ നമുക്ക് സത്യത്തിൽ നമ്മളെ തലയിലുള്ള എല്ലാ സാധനങ്ങളും ഇറക്കി വെച്ചിട്ട് നല്ല പോലെ തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റും. അല്ലെങ്കിൽ തലയുള്ളത് അടക്കം എടുക്കുകയും ചെയ്യും, ഈ ഫോണിലുള്ള ഇത് കൂടുകയും ചെയ്യുന്നല്ലാണ്ട് വേറെ ഒരു കാര്യമില്ല.